എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് പറഞ്ഞത്. ഇപ്രാവശ്യം നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. മാസ് കമ്മ്യൂണിക്കേഷനിലെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഒന്ന്, മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ എന്ന് വെച്ചാൽ ചെയ്യേണ്ട ഡ്യൂട്ടികൾ. അപ്പോൾ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഡൈ ഫങ്ഷൻസാണ്. ഡൈ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും, പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യമായിരിക്കില്ല നേടിയെടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് ഡൈ ഫങ്ഷൻസ് എന്നും ഏതൊക്കെയാണ് ഫങ്ഷൻസ് എന്നും നമ്മളിനി ചർച്ച ചെയ്യാൻ പോവാണ്. ഫങ്ഷൻസ് 11 ഉണ്ട്. അതേസമയം ഡൈ ഫങ്ഷൻസ് നിങ്ങൾക്കാകെ 6 പഠിക്കാനുള്ളൂ. പക്ഷെ ഇത് രണ്ടും ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് പലപ്പോഴും വരുന്ന കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. Functions of mass communication. The popularity and pervasive influence of the mass media can only be maintained by its significant functions. Mass communication performs the following functions in society. First one, inform. Inform എന്താ? അറിയിക്കുക, ഒരു വിവരം നിങ്ങൾക്ക് നൽകുക. മാസ് കമ്മ്യൂണിക്കേഷൻ അത് ചെയ്യുന്നില്ലേ? നിങ്ങൾ തന്നെ ചുറ്റിലും നോക്കിയാൽ മതി. യു.പിയിലെ ഹസ്രത്തിലെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു. എങ്ങനെ നിങ്ങളറിഞ്ഞ്? പത്രം, TV ഒക്കെ മാസ് മീഡിയ അല്ലേ? ഡൽഹിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ബസ്സിൽ റേപ്പ് ചെയ്യപ്പെട്ടു. എങ്ങനെ അറിഞ്ഞ്? പത്രം, TV, റേഡിയോ, ഇൻ്റർനെറ്റ്. നമ്മളുടെ ശബ്ദം ഏറ്റവും കൂടുതൽ ഉയരുന്ന സ്ഥലമാണല്ലോ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്. നാവില്ലാത്തവനും പേരില്ലാത്തവനും ഒരുപോലെ സംസാരിക്കാൻ കഴിയുന്ന സ്ഥലം. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ പോരെ, എന്തും വിളിച്ചു പറയാം. എന്നാൽ സ്വന്തമായിട്ട് അത് ഇറങ്ങി വന്ന് സമൂഹത്തിന് മുൻപിൽ പറയാനുള്ള ധൈര്യമില്ല. ഇനി എങ്ങനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതെന്ന് നോക്കാം. മാസ് മീഡിയ ക്യാരി ഔട്ട് ദിസ് ഫങ്ഷൻ ബൈ കീപ്പിംഗ് അസ് ഇൻഫോംഡ് അബൌട്ട് ദ ലേറ്റസ്റ്റ് ന്യൂസ് ഇൻ അവർ റീജിയൻ ആൻഡ് അറൗണ്ട് ദ വേൾഡ്. In many societies, mass media have become the principal means of information. It is through the mass media that we get to know the various events that take place around the world. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ മുൻപിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുക. കൃത്യതയോടുകൂടി എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, അപ് ടു ഡേറ്റ്, അതിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഒരു സംഭവം നടന്നു, അമേരിക്കയിൽ ഒരു ഭൂചലനം ഉണ്ടായി. അതപ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. 6 മണിക്ക് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുന്നു. പ്രതിദിന കോവിഡ് കണക്കുകൾ വിശദീകരിക്കുന്നു. രാത്രി 10:30 ആ കോവിഡ് കണക്ക് കേൾക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് 6:05 ആകുമ്പോഴേക്കും അത് അറിയണം. അപ്പോൾ ടൈംലി നിങ്ങളിലേക്ക് അത് എത്തിക്കാനുള്ള മാധ്യമങ്ങളുടെ കഴിവാണ്. ആ ടൈംലി എത്തിക്കൽ മാത്രമല്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. ഇൻഫർമേഷൻസ് തന്നുകൊണ്ടിരിക്കുക. എത്ര ഇൻഫർമേഷൻസാണ് നമുക്ക് തരുന്നത്?
എലക്ഷൻ നടന്നു, അതിൻ്റെ റിസൾട്ട്. പരീക്ഷകൾ നടക്കുന്നു, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്. കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, കവർച്ചകൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ തരുന്നു. ഇതൊക്കെ വിട്ട് കാലാവസ്ഥ, സ്വർണത്തിൻ്റെ വില, കിട്ടാത്ത ഇൻഫർമേഷൻ ഉണ്ടോ മാസ് മീഡിയയിൽ നിന്ന്? എല്ലാത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ ഇൻഫോർമേഷൻ, ഇൻഫോം. സെക്കൻഡ് വൺ എൻ്റർടൈൻ. അതാണ് മാസ് മീഡിയയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മാക്സിമം എൻ്റർടൈൻ ചെയ്യുക. സീരിയലുകളിലൂടെ, സിനിമകളിലൂടെ, കോമഡി പ്രോഗ്രാമുകളിലൂടെ, റിയാലിറ്റി ഷോകളിലൂടെ പ്രേക്ഷകൻ എന്താണോ വേണ്ടത്, നിങ്ങളെന്താണോ ഒരു മാസ് മീഡിയയിൽ നിന്ന്, അതിപ്പോൾ ടി വി ചാനലാവാം, പത്രമാവാം. പത്രങ്ങളിൽ എൻ്റർടൈൻമെൻ്റ് ഇല്ലേ? നിങ്ങൾ പത്രം എടുത്ത് നോക്കി നോക്കൂ. ഇപ്പോൾ ദി ഹിന്ദു പത്രം, അവരെല്ലാ ദിവസവും ഈ സുഡോക്കു പോലത്തെ ഗെയിമുകൾ വായനക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്തിനത് കൊടുക്കുന്നത്? അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവാൻ. മലയാള മനോരമ കൃത്യമായിട്ട് പഠിപ്പുര അല്ലെങ്കിൽ മാതൃഭൂമിയുടെ വിദ്യ പോലെയുള്ള സപ്ലിമെൻ്ററി പബ്ലിക്കേഷൻസ്. പത്രമല്ല, അത് പത്രത്തോടൊപ്പമുള്ള സപ്ലിമെൻ്ററിയാണ്. എന്തിനു വേണ്ടിയിട്ട്? എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. മനോരമ ഇറക്കുന്ന യുവ, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ അവരുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, ഞായറാഴ്ച എന്ന പേരിൽ തന്നെ. ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ഇൻഫോർമേഷനോടൊപ്പം എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ടി വി ചാനൽ പിന്നെ പറയണ്ട, അമ്മച്ചിമാർ കരഞ്ഞ് കരഞ്ഞ് വയ്യാണ്ടായിന്ന്. കുറച്ച് നാൾ കരയും, പിറ്റത്തെ ഒരു കൊല്ലം ആ പെൺകുട്ടിക്ക് വേണ്ടി കൈയടിക്കും. കാരണം അവൾ പുതിയ പെൺകുട്ടിയായിട്ട് മാറും, അവൾ പ്രതികരിക്കാൻ തുടങ്ങും. അത് അമ്മായിമ്മയോടാവാം, ഭർത്താവിനോടാവാം, ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. ആദ്യം കുറേ സഹനങ്ങൾ സഹിക്കുന്നു. അപ്പോൾ അതിന് ഈ ജയറാമും റിമി ടോമിയും അഭിനയിച്ചൊരു സിനിമയുണ്ട്, തിങ്കൾ മുതൽ വെള്ളി വരെ. അതിൽ അലിയാർ സാറൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഏതൊരച്ഛനും കൊതിക്കും ഇതുപോലൊരു മകളെ കിട്ടാൻ, ഏതൊരു സഹോദരനും ആഗ്രഹിക്കും ഇതുപോലൊരു സഹോദരിയെ കിട്ടാൻ, ഏതൊരു കൂട്ടുകാരിയും ആഗ്രഹിക്കും ഇവളെപ്പോലെ ഒരു കൂട്ടുകാരിയെ കിട്ടാൻ. പക്ഷേ ആരും ആഗ്രഹിക്കില്ല ഇവളെപ്പോലെയാകുവാൻ, ഇവളാകുവാൻ. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സൂര്യ ടി വിയിൽ ഇന്ന സീരിയൽ. ഡയലോഗ് അങ്ങോട്ട് കേൾക്കുമ്പോൾ ഇവളാവാൻ ആഗ്രഹിക്കില്ലേ? അതൊന്നിട്ട് ഇത്ര വലിയ കാര്യം. കാണാൻ പോയി കുത്തിയിരുന്നു. കരച്ചിലാണെങ്കിലും സങ്കടമാണെങ്കിലും ചിരിയാണെങ്കിലും തമാശയാണെങ്കിലും എൻ്റർടൈൻമെൻ്റാണ്. അരമണിക്കൂർ സമയം പോയി കിട്ടും. ഇത് മാസ് മീഡിയയുടെ വലിയൊരു ഫങ്ഷനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. മാസ് മീഡിയ ഡിസൈൻ ദെയർ പ്രോഗ്രാംസ് ടു എൻ്റർടൈൻ. They attempt to entertain, to capture the attention of a large numbers of people. Mass media help us to pass time and relax with family and friends. നമുക്ക് മാക്സിമം എൻ്റർടൈൻമെൻറ്റും മാക്സിമം റിലാക്സേഷനും തരികയാണ്. ജോലി കഴിഞ്ഞ് വരുന്നു, ഭയങ്കര ടെൻഷൻ, ടാർഗറ്റ്, ഡെഡ് ലൈന് ഒക്കെ തലയ്ക്ക് പ്രാന്തായിട്ട് അവസാനം വീട്ടിൽ വന്ന് കയറി ടി വി ഓണാക്കുന്നു, വാർത്ത വയ്ക്കുന്നു. അവിടെ പീഡനം, വാഹനമോഷണം, പിടിച്ചുപറി, കൊള്ള, കൊല. മടുത്തു, വാർത്താ ചാനൽ മാറ്റി, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ചാനൽ വെച്ചു. കണ്ടുമടുത്ത സിനിമകൾ അടുത്ത ചാനലിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു കോമഡി റിയാലിറ്റി ഷോ. വെറുതെ ഇരുന്ന് ചിരിക്കാനായിട്ട് കുറേ അവസരങ്ങൾ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും കൂടിയാണ് മാസ് മീഡിയ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. തേർഡ് വൺ, എഡ്യൂക്കേറ്റ്. നമ്മളെന്താ പഠിപ്പിച്ചു തരുന്നത് മാസ് മീഡിയ? മാസ് മീഡിയ ആണ് നമ്മളെല്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കോവിഡ് വന്നു. കോവിഡ് പ്രോട്ടോക്കോൾ എന്താണെന്നും കോവിഡിൽ
സ്വീകരിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ആരാ? ഈ പത്രവും ഈ ചാനലും ഒക്കെ തന്നെയാണ്. അല്ലാതെ ആരോഗ്യവകുപ്പിന് എല്ലാ വീട്ടിലും നടന്നു വന്നിട്ട് പറയാൻ പറ്റുമോ മാസ്ക് ഉപയോഗിക്കൂ, സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകൂ, ഹാൻഡ് വാഷ് ഉപയോഗിക്കൂ, സാനിറ്റൈസർ കൊണ്ടു നടക്കൂ, പറയാൻ പറ്റുമോ? അപ്പം ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കും, അത് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഇതാണ് എഡ്യൂക്കേഷൻ. അല്ലാതെ സ്കൂളിൽ വന്നിരുന്ന് പഠിപ്പിക്കുന്നത് മാത്രമല്ല എഡ്യൂക്കേഷൻ. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അതിനെയും എഡ്യൂക്കേറ്റ് എന്ന് തന്നെയാണ് പറയുക. ഇനി എങ്ങനെയാണ് ആ ഫംഗ്ഷൻ നിർവഹിക്കുന്നതെന്ന് നോക്കാം. മാസ് മീഡിയ ഈസ് ഗ്രേറ്റ് ടീച്ചർ ആൻഡ് എഡ്യൂക്കേറ്റർ. മോസ്റ്റ് ഓഫ് ദി ഇൻഫർമേഷൻസ് ദാറ്റ് വി ഹാവ് ഒബ്റ്റൈൻഡ് ഈസ് not from classroom but from mass media like newspaper, magazines, radio, television and internet. We have learned a lot of music, politics, film, art, sociology, psychology, computers and a host of other subjects from the media and not from school or college classrooms. നിങ്ങൾ ക്ലാസ് റൂമുകളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പഠിക്കുന്നതും വിവരങ്ങൾ അറിയുന്നതും പുതിയതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നതും മാസ് മീഡിയയിലൂടെയാണ്. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം. ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്, അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേര് കൃത്യമായിട്ട് പുതിയ പുതിയ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പുതിയ മാറ്റങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എഡ്യൂക്കേറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമിൽ നിന്നോ ഒരു കോളേജിൽ നിന്നോ ഒരു സ്കൂളിൽ നിന്നോ മാത്രമല്ല ലഭിക്കുന്നത്. മാസ് മീഡിയയും നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഫോർത്ത് വൺ, റീഇൻഫോഴ്സ്. മീഡിയ ഫങ്ഷൻസ് ടു റീഇൻഫോഴ്സ് ഓർ മേക്ക് സ്ട്രോങ്ങർ അവർ ബിലീഫ്സ്, attitudes, values and opinions. For example, the communists will expose themselves to communist publication and programs and they will emerge ideologically reinforced from such experiences. Similarly, the anti-communist will expose themselves to message in line with their ideology and will emerge reinforced or stronger in their convictions. റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ വീണ്ടും നിർബന്ധിക്കുക. ഫോഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ നിർബന്ധിക്കലാണ്. റീഇൻഫോഴ്സ് എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിർബന്ധിക്കുക. എന്തിനു വേണ്ടി? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐഡിയോളജിയിലേക്കോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആശയത്തിലേക്കോ നിങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കില്ല, നിങ്ങളറിയാതെ അതിലേക്ക് നിങ്ങൾ ചെന്ന് പെടുകയായിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം കമ്മ്യൂണിസ്റ്റ് ആശയം അങ്ങനെയാണെന്നാണ്. കമ്മ്യൂണിസ്റ്റുകാരെ അവരുടെ ആശയങ്ങളെ വീണ്ടും 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 തറപ്പിച്ച് പറഞ്ഞ് പാർട്ടി ക്ലാസ്സുകളിലൂടെ അത് തന്നെ നിങ്ങളെ വീണ്ടും പറഞ്ഞ് കേൾപ്പിച്ച് ആ ഒരു ഐഡിയയിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തിക്കും. ഇതുപോലെ തന്നെയാണ് ചില മാധ്യമങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് മലയാള മനോരമ പത്രം വായിക്കുന്ന ഒരു വ്യക്തി, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു കോൺഗ്രസ് ചായ്വ് വളരെ പ്രകടമായിരിക്കും. കാരണം മനോരമ പത്രം കോൺഗ്രസിനെ പ്രൊമോട്ട് ചെയ്യാൻ കൂടി വേണ്ടി ഇറക്കുന്ന പത്രമാണ്. അതേസമയം ദേശാഭിമാനി പത്രം വായിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും, അല്ലെങ്കിൽ അയാൾ കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള ആളായിരിക്കും. നാച്ചുറലി സ്ഥിരമായിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവം അയാൾക്ക് തുടർന്നുകൊണ്ട് പോകേണ്ടി വരും. കാരണം അയാളെ റീഇൻഫോഴ്സ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ആശയം, ഇതാണ് നല്ല ആശയം, ഈ ആശയമാണ് നീ ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളെ. അപ്പോൾ അറിയാതെ തന്നെ നമുക്ക് അതിനോടൊരു താല്പര്യം പ്രത്യേകമായിട്ട് തോന്നാനും ആ താല്പര്യത്തെ നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഇത് കാരണമായി തീരും. It is difficult in any situation to convert someone from an attitudinal position to another. The media, even with the all resources and power at its disposal, can hardly effect such a conversion, but it can reinforce existing attitudes.
ഒരാളുടെ ഉള്ള ആശയത്തെ മറികടന്ന് അയാളിലേക്ക് പുതിയൊരു ആശയത്തെ കുത്തി നിറയ്ക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ മീഡിയയെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ എല്ലാ സ്കില്ലും ഉപയോഗിച്ച് ഒരാളിലുള്ള ചെറിയൊരു ചായ്വിനെ കൂടുതൽ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് അതിലേക്ക് തന്നെ അടുപ്പിക്കാനായിട്ട് കാരണമായി തീരും. 5th വൺ, സോഷ്യലൈസ്. എന്ത് സോഷ്യലൈസേഷൻ പ്രവർത്തനമാണ് മീഡിയ നടത്തുന്നത്? നമുക്ക് നോക്കി നോക്കാം. Socializing is a process in which an individual adopts the behavior, norms and values of the society. One of the main functions of any media system is to socialize its viewers, readers and listeners. The media provide the receivers with values, opinion and rules that society judges to be proper and just. സോഷ്യലൈസ് ചെയ്യുക. എങ്ങനെയാണ് സോഷ്യലൈസ് ചെയ്യുന്നത്? ഇതും ഒരു അറിയാതെ പോകുന്നൊരു പ്രവർത്തനമാണ്, അങ്ങനെ ആയിപ്പോകുന്നതാണ്. നിങ്ങൾ കാണുന്ന പ്രോഗ്രാമിലൂടെ, നിങ്ങൾ കാണുന്ന പരിപാടികളിലൂടെ, നിങ്ങൾ കാണുന്ന വാർത്തകളിലൂടെ, നിങ്ങൾ കേൾക്കുന്ന ഓരോ പ്രോഗ്രാമിലൂടെയും ഈ സൊസൈറ്റി നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു വിശകലനം അവർ നടത്തുന്നുണ്ടായിരിക്കും. അമ്മായിമ്മ എങ്ങനെയായിരിക്കണം, മരുവോൾ എങ്ങനെയായിരിക്കണം, മോൻ എങ്ങനെയായിരിക്കണം, മകൾ എങ്ങനെയായിരിക്കണം, അച്ഛൻ എന്തായിരിക്കണം, അമ്മ എന്തായിരിക്കണം, എല്ലാത്തിനും ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളാരെങ്കിലും ഡെയിലി അമ്മേനെ തല്ലാറുണ്ടോ? അച്ഛനെയോ? എന്താ തല്ലാത്ത? അനിയനോ അനിയത്തിയായിട്ടോ ഗുസ്തി കൂടാറുണ്ടോ ഡെയിലി? ഒന്നരാടം വെച്ചെങ്കിലും. അപ്പോൾ അവന് നല്ല ഇടി കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ അവൾക്ക് നല്ല ഇടി കൊടുക്കാറുണ്ടോ? അത്യാവശ്യത്തിന് കൊടുക്കും ചെയ്യും, അത്യാവശ്യത്തിന് കിട്ടും ചെയ്യും. അതേസമയം അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നോടല്ലോ മിണ്ടാടുക്കാൻ പറഞ്ഞിട്ട് മോന്തം പറഞ്ഞു കൊടുക്കൂ. എന്നിട്ട് അച്ഛനുമായിട്ട് തല്ലുകൂടും കിടന്നിട്ട്. എന്താ തല്ലുകൂടാത്ത? അച്ഛൻ ഒരു പ്രോമിനൻറ്റ് ഫിഗറാണ്, ഫാമിലിയിലെ ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ്. അദ്ദേഹത്തോട് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്, അത് ഞാൻ പാലിച്ചേ പറ്റൂ. കാരണം ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സാമൂഹിക ജീവിയാണ്. അപ്പോൾ ഈ സമൂഹത്തിലുള്ളവരെങ്ങനെ പ്രവർത്തിക്കുന്നോ അതിനനുസരിച്ചല്ലേ എനിക്കും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇതാണ് സോഷ്യലൈസേഷൻ. സൊസൈറ്റിയിലേക്ക് നമ്മളെ ഒരു സമൂഹ ജീവിയാക്കി മാറ്റുക. സമൂഹത്തിൽ മറ്റുള്ളവരെങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അത് സീരിയലിലാവാം, സിനിമയിലാവാം, ടെലിവിഷൻ പ്രോഗ്രാമിലാവാം, ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊല്ലാനുള്ള അവകാശമുണ്ടോ? ഭർത്താവിന് ഭാര്യനെ കൊല്ലാനുള്ള അവകാശമുണ്ടോ? അത് തെറ്റാണെന്നുള്ളതാണ്. ഇപ്പോൾ ഉത്തരേനെ കൊന്നപ്പോഴായാലും, ഇതിനു മുമ്പ് 2 വർഷങ്ങൾക്ക് മുൻപ് പ്രേമിച്ച് വിവാഹം കഴിച്ച് മെൽബണിൽ സ്ഥിരതാമസമാക്കിയ ഒരു ഭാര്യയും ഭർത്താവും, അതിൽ ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നു. എന്തിനു വേണ്ടി? കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടി. പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇതല്ല സൊസൈറ്റിയിൽ വേണ്ടത്, ഇതല്ല നിങ്ങളിൽ നിന്ന് ഈ സമൂഹം ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഉത്തരവാദിത്തം കൂടി ആര് ചെയ്യുന്നുണ്ട്? മാസ് മീഡിയകൾ ചെയ്യുന്നുണ്ട്. ആക്ടിവേറ്റ്. മാസ് മീഡിയ ക്യാൻ ആക്ടിവേറ്റ് ഓഡിയൻസ് ഓർ മൂവ് പീപ്പിൾ ടു ആക്ഷൻ. ദേ ഫങ്ഷൻ ടു ഗെറ്റ് ദി ഓഡിയൻസ് ടു ചാനലൈസ് ദെയർ ഒപ്പീനിയൻ ആൻഡ് ദി pressurize the government and other civic bodies to act. The activating function of media occur more in response to advertisements. അതൊരു പരിധി വരെ ശരിയാണ്. നിങ്ങളെ ഓരോ കാര്യത്തിനും ആക്ടിവേറ്റ് ചെയ്യും. എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സൗമ്യ വധക്കേസ് വന്നപ്പോൾ ഗോവിന്ദച്ചാമി എന്ന ഒറ്റക്കയ്യൻ ഒരു പെൺകുട്ടിയോട് ചെയ്ത മൃഗീയമായിട്ടുള്ള പീഡനത്തെ, കേരള മനസാക്ഷിയെ നടുക്കിയ സംഭവത്തെ കേരളം ഒന്നടങ്കം പറഞ്ഞു ഗോവിന്ദച്ചാമിക്ക് കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. എന്താ കാരണം? നമ്മൾ പത്രത്തിലൂടെ ടി വിയിലൂടെ സ്ഥിരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്, അവന് ശിക്ഷ കിട്ടിയേ പറ്റൂ.
അതുപോലെ തന്നെ പത്രങ്ങളിലും ടി വികളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇന്ന സ്ഥലത്ത് കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് കുതിരാനിൽ 4 മണിക്കൂർ ബ്ലോക്ക്, 8 മണിക്കൂർ ബ്ലോക്ക്, വാഹനങ്ങളുടെ നീണ്ട നിര, 12 കിലോമീറ്റർ ദൂരം വാഹനങ്ങൾ നിരന്നു കിടന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? സ്ഥിരമായിട്ട് ഇങ്ങനൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ്റോ അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വിങ്ങോ അതിലിടപെടും. ആ റോഡ് നന്നാക്കും. അവിടുത്തെ വാഹന ഗതാഗത കുരുക്കിനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തി അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കും. ഇതാണ് ആക്ടിവേറ്റ് എന്ന് പറയുന്നത്. ചേഞ്ച് ഓർ പെർസ്യൂഡ്. മീഡിയ ഡു നോട്ട് ഫങ്ഷൻ പ്രൈമർലി ടു ചേഞ്ച് അവർ ബിഹേവിയർ, ബട്ട് മീഡിയ ക്യാൻ ബി യൂസ്ഡ് ടു ഫോം പബ്ലിക് ഒപ്പീനിയൻ, ഇൻഫ്ലുവൻസ് വോട്ടിംഗ് ബിഹേവിയർ, ചേഞ്ച് ആറ്റിറ്റ്യൂഡ്സ്, മോഡറേറ്റ് ബിഹേവിയർ, എക്സ്പോസ് ക്ലെയിം ആൻഡ് സെൽഫ് പ്രോഡക്റ്റ്. നിങ്ങളെ ചില സമയത്ത് തൃപ്തിപ്പെടുത്താനും ചില സമയത്ത് നിങ്ങളുടെ തീരുമാനങ്ങളെ അഭിപ്രായങ്ങൾക്ക് മാറ്റം വരുത്താനും മീഡിയയ്ക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രീ എക്സിറ്റ് പോൾ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എലക്ഷൻ നടക്കുന്നതിന് മുൻപ് ആര് ജയിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണയിലെത്തുന്നതിനെയാണ് പ്രീ എക്സിറ്റ് പോൾ എന്ന് പറയും. അവിടെ ചില മെഷേഴ്സ് വെച്ചിട്ട് മാസ് മീഡിയ കണ്ടെത്തുകയാണ് ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത. എന്നിട്ട് അവരത് പറയുമ്പോൾ അത് ജനങ്ങളിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. ഓ, ഇയാൾ ജയിക്കാനാണ് സാധ്യത, എൻ്റെ വോട്ട് മിസ്സാക്കണ്ട, അയാൾക്ക് എന്നെ വോട്ട് ചെയ്തേക്കാം. നാച്ചുറലി അയാൾ ജയിക്കും. ഇങ്ങനെ 100 ആൾ ചിന്തിച്ചാൽ അവിടെ അയാൾക്ക് 100 വോട്ട് കൂടുതൽ കിട്ടി. അതുകൊണ്ടാണ് പ്രീ എക്സിറ്റ് പോളുകളൊന്നും പാടില്ല എന്ന് സുപ്രീം കോടതി ശക്തമായിട്ട് വിലക്കിയിട്ടുള്ളത്. എലക്ഷൻ കഴിഞ്ഞ് വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രീ എക്സിറ്റ് പോളുകളുടെ ഫലപ്രഖ്യാപനം നടത്താനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ അത് ജനങ്ങളെ കൃത്യമായിട്ട് ആകർഷിക്കും, അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവരെത്തും. കാരണം ഇത് പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. However, well-structured media campaign with persuasive message can have an effect on people's attitudes and habits. വേണമെന്ന് വെച്ച് മെനക്കെട്ടിറങ്ങി ഒരു പാർട്ടിയെ ഒരു വ്യക്തിയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ച് ജനങ്ങളെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട വിഭവങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്താൻ പറ്റും. അവരെ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും. 8th one, confer status. If you list the 100 most important people in the country, they would be undoubtedly be the people who have been given a great deal of the mass media exposure. Media confer status to people with a great media exposure. Without such exposures, the people would not have been important, at least in the popular mind. Media exposure, confer status. Confer status എന്ന് പറയുന്നത് ചിലർക്ക് ചില ഡിഗ്നിറ്റികൾ പതിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കൺഫർ സ്റ്റാറ്റസിൻ്റെ ഒരു ഉദാഹരണം പറയാം. സഞ്ജു വി സാംസൺ, നമ്മൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. കേരളത്തിന് വേണ്ടി കളിക്കുന്ന കേരള പ്ലെയറാണ്, ക്രിക്കറ്റ് പ്ലെയറാണ്. IPL രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്ന ടീമിൻ്റെ മികച്ചൊരു കളിക്കാരനാണ്. ഇന്ത്യൻ ടീമിൽ പലവട്ടം അവസരം കിട്ടുകയും പലവട്ടം തഴയപ്പെടുകയും ചെയ്ത കളിക്കാരനാണ്. ഈ IPL അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു. മീഡിയ വാനോളം പുകഴ്ത്തി. സഞ്ജുവിൻ്റെ ഉജ്ജ്വല തിരിച്ചുവരവ്, സെലക്ടർമാർക്കുള്ള ചുട്ട മറുപടി എന്നൊക്കെ പറഞ്ഞ് തലങ്ങും വിലങ്ങും സഞ്ജുവിനെ പുകഴ്ത്തി എഴുതി ഒരു കൺഫർ ചെയ്തൊരു സ്റ്റാറ്റസ് കൊടുത്തു. നല്ലൊരു പ്ലെയറാണ് സഞ്ജു, അതാണ് സ്റ്റാറ്റസ്. നല്ലൊരു ബാറ്റ്സ്മാനാണ് സഞ്ജു. ഈ സ്റ്റാറ്റസ് കിട്ടിയപ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കാൻ സെലക്ടർമാർക്ക് പറ്റിയില്ല. ഇനി വരാൻ പോകുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ടീമിൽ സഞ്ജുവിന് ഇടം കൊടുത്തു. ഇല്ലെങ്കിൽ നാളെ അവരോട് ചോദിക്കും, ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടിയ, ഇത്രയും സ്റ്റാറ്റസ് കൺഫർ ചെയ്ത് കിട്ടിയ ഒരു വ്യക്തിയെ എന്തുകൊണ്ട് ഒഴിവാക്കി? മീഡിയയാണ് തീരുമാനിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. എല്ലാവർക്കും നന്ദി പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞു, എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും നന്ദിയെന്ന്. സച്ചിനൊരു നല്ല പ്രതിഭയുള്ള കളിക്കാരനാണ്. എന്നിട്ട് പോലും സച്ചിൻ പറയുന്നു, എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തു വന്ന
എല്ലാ മാധ്യമങ്ങൾക്കും നന്ദി. മാധ്യമങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ ഒരു കളിക്കാരനെ വളരാൻ കഴിയില്ല. ഒരാൾക്കും വളരാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയം ചാനലുകൾ ചർച്ച ചെയ്യുമ്പോൾ ചാനൽ കൺഫർ ചെയ്തിട്ടൊരു സ്റ്റാറ്റസ് തരണം, ഇയാളൊരു രാഷ്ട്രീയക്കാരനാണ്. ദെൻ ഫോക്കസ് അറ്റൻഷൻ ഇത് തന്നെയാണ്. ചാനലിലൂടെ ഒരാളെ എപ്പോഴും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധി എപ്പോഴും നമ്മൾ ചാനലിൽ കാണുന്ന മുഖം, നരേന്ദ്രമോദി എപ്പോഴും കാണുന്നൊരു മുഖം, അറ്റൻഷൻ കിട്ടുകയാണ് നമുക്ക്. അതുകൊണ്ട് എന്താ മെച്ചം? അയാൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ അത് സഹായകരമോ? കാരണം എപ്പോഴും മീഡിയ അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാസ് മീഡിയ ഹാവ് ദ എബിലിറ്റി ടു ഫോക്കസ് പബ്ലിക് അറ്റൻഷൻ ഓൺ സർട്ടൻ പ്രോബ്ലംസ്, events and issues at a given time. The devastating earthquake and tsunami in the northern Japan in March 2011 and most subsequent nuclear radiation in Fukushima were the lead stories in the most of our media. Consequently, the attention of the entire world was focused on these events during those days. ഫുക്കുഷിമയിലെ അണുവികിരണം ഉണ്ടാകുന്നതും സുനാമി ഉണ്ടായതും പെട്ടെന്ന് എല്ലാവരുടെ അറ്റൻഷൻ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. ജപ്പാനിൽ, ഇന്തോനേഷ്യയിൽ, ഇന്ത്യയിൽ ഭൂചലനം ഉണ്ടായി, പെട്ടെന്ന് എല്ലാവരും, ഗുജറാത്ത് ഭൂകമ്പം, ആൾക്കാരുടെ ശ്രദ്ധയെ മുഴുവൻ ഒരു പർട്ടിക്കുലർ ഇവൻറ്റിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് മാസ് മീഡിയയ്ക്ക് ഉണ്ട്. അതവരുടെ ഒരു ഫംഗ്ഷനാണ്. അതാണ് ഫോക്കസ് അറ്റൻഷൻ, 9ാമത്തെ ഫംഗ്ഷൻ. നെക്സ്റ്റ് 10th one, create tie of unions. Mass media have the ability to make viewers, listeners or readers feel a part of a large group. For example, a lone reader of Malayalam Manorama may feel part of the community of 1 crore Manorama readers. അതെല്ലാവരും ചെയ്യുന്നതാണ്. നിങ്ങൾ ഏഷ്യാനെറ്റ് എഴുതി കാണിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഞായറാഴ്ച 6 മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ, നമ്മുടെയാണ് ഏഷ്യാനെറ്റ്, സൂര്യ എഴുതി കാണിക്കും, നിങ്ങളുടെ സൂര്യ ടി വിയിൽ. ഇത് നിങ്ങളുടെയാണ്, അല്ലാതെ സൂര്യ ടി വി എന്ന് പറയുന്നത് വേറൊരു വിഭാഗമൊന്നുമല്ല. ഞങ്ങൾ നിങ്ങളൊക്കെ ഒന്നാണ്, നമ്മളാണ്. എന്തിനു വേണ്ടിയിട്ടത്? ആ ഒരു ഫീൽ ഉണ്ടാക്കാൻ. നമ്മളൊരു ഫാമിലിയിലെ മെമ്പേഴ്സാണ്, നമ്മളൊരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ്. അതിനുള്ളൊരു കഴിവ് ഇവർക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ മനോരമ വായിക്കുന്ന ആൾക്കൊരു ഫീല് വരികയാണ്. മനോരമ വായിക്കുന്ന എല്ലാവരും നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, മനോരമ എന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. 11th one, എത്തിസൈസ്. എത്തിക്സ് എന്ന് വെച്ചാൽ ധാർമ്മികതയാണ്. പലപ്പോഴും നമ്മളോട് പറയുന്ന വാക്കാണ്, ഇത്തിരി ധാർമ്മികതയൊക്കെ വേണ്ടടാ, അല്പസ്വല്പം ധാർമ്മികതയൊക്കെ ഇല്ലാതെ മനുഷ്യരെന്ന് പറഞ്ഞ് ജീവിക്കണതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിക്കണേക്കാം. എന്താണ് ധാർമ്മികത? ചെയ്യേണ്ട ശരി എന്താണെന്ന് മനസ്സിലാക്കി ആ ശരി ചെയ്യുന്നതിനെയാണ് ധാർമ്മികത എന്ന് പറയുന്നത്. ധാർമ്മികത ആപേക്ഷികമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ധാർമ്മികത നിങ്ങൾക്ക് ചിലപ്പോൾ ധാർമ്മികമായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അർജുനനോട് പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ റിലേറ്റീവ്സാണ് കൗരവന്മാർ, അവരെ കൊല്ലാൻ പാടുണ്ടോ? കൊല്ലാൻ പാടില്ല. കൊല്ലുന്നത് ധാർമ്മികതയല്ല. പക്ഷെ അവിടെ കൃഷ്ണൻ പറഞ്ഞു, ഒന്നും നോക്കണ്ട, ശത്രു, ലക്ഷ്യമാണ് പ്രധാനം. മാർഗത്തെക്കുറിച്ച് വിട്ടേക്കൂ. നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം. അതിന് കൊല്ലേണ്ടി വരുന്നത് സ്വന്തം അച്ഛനാണെങ്കിൽ കൊല്ലുക. ഇത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഒരു എത്തിക്സ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതും എന്താണ് എത്തിക്സ് എന്നുള്ളതും ജനങ്ങളെ ഉദ്ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം മീഡിയയ്ക്കാണുള്ളത്. ബൈ മേക്കിംഗ് പബ്ലിക് certain deviations from the norms, the media can arouse people to change the situation. It provides people with a collective ethics or ethical system. For example, without the wide media coverage of social activist Anna Hazare's fast unto death in March 2011 in New Delhi to press the government to legislate Jan Lokpal Bill,
there would not have been much public outcry against corruption. The media coverage ultimately led to the Union government to constitute a joint committee to draft the Lokpal bill to present it before the parliament. ഇവിടെ എത്തിസൈസ് ചെയ്യാണ്, ജനങ്ങൾക്ക് ഒരു പ്രബോധനം കൊടുക്കുകയാണ്. തെറ്റാണെങ്കിൽ അത് ആര് ചെയ്താലും അത് തെറ്റാണെന്ന് കാണിക്കണം. അതാണ് ലോക്പാൽ ബില്ല്. എല്ലാ ഓഫീസുകളും ലോക്പാൽ ബില്ലിന് കീഴിൽ നിൽക്കണം, ഇൻക്ലൂഡിങ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് അടക്കം. അവിടെ നടക്കുന്ന അഴിമതികളെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് അണ്ണാ ഹസാരെ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഉപവാസം അനുഷ്ഠിക്കാനായിട്ട് തീരുമാനിച്ചതും അതിനെ എല്ലാ മീഡിയാസും ഏറ്റെടുത്ത് ജനങ്ങളുടെ മുൻപിൽ എത്തിച്ചപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോൾ ഗവൺമെൻറ്റിന് വേറെ വഴിയില്ലാതായി ലോക്പാൽ ബില്ല് നടപ്പിലാക്കി പാസ്സാക്കിയെടുത്തു. അങ്ങനെ 11 ഫങ്ഷൻസാണ് മാസ് മീഡിയ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇനി ഡൈ ഫങ്ഷൻസ് നോക്കാം. മാസ് മീഡിയ ആഗ്രഹിച്ചതല്ലാതെ അതിന് വിപരീതമായിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടോ വരുന്ന ചില ഫങ്ഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഉപഫങ്ഷൻസ്. Undesirable consequences of the media are generally termed as dysfunctions, dysfunctional effect. They are also referred to as negative functions. വിചാരിക്കുന്നതല്ല സംഭവിക്കുന്നത്. നമ്മൾ നല്ലൊരു കാര്യം വിചാരിക്കും, പക്ഷെ ഇത് വരുമ്പോൾ അത് മോശമായിട്ട് മാറും. Of the media, the concept of dysfunctions effect of the media was first explained by Robert Merton, an American media sociologist, in the 1950s. Along with the several positive and desirable functions, media has also certain dysfunctions. നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വിചാരിക്കാത്ത കുറച്ച് നെഗറ്റീവ്സും സംഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഡൈ ഫങ്ഷനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തിയാണ് റോബർട്ട് മെർട്ടൺ. എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, പബ്ലിക് ഹെൽത്ത് ക്യാമ്പയിൻ ഈസ് ബേസിക്കലി ഗുഡ് ആൻഡ് ഡിസൈറബിൾ, but such messages can cause fear and panic among the public. The Nipah epidemic that hit Kerala in 2018 is a good example in this context. The vigorous campaign on one hand created awareness on the deadly virus and the various preventive measures. On the other hand, the campaign caused fear and panic among the people by distancing them from the public transport system, shopping centers, visiting friends and relatives, and even the extent of skipping schools and offices. പബ്ലിക് ഹെൽത്ത് ക്യാമ്പയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. H1N1 വരുമ്പോൾ, നിപ്പ വൈറസ് വരുമ്പോൾ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കോവിഡ് വരുമ്പോൾ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കണം, പ്രബോധനം കൊടുക്കണം, വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കണം. എങ്ങനെയൊക്കെ ജീവിച്ചാൽ, എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ വൈറസ് പിടിപെടാതെ, ഈ അസുഖം കടന്നു വരാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷേ ഇതിനു വേണ്ടി മീഡിയ ശ്രമിക്കുമ്പോൾ മീഡിയ പോലും ആഗ്രഹിക്കാത്തൊരു ഉൽപ്പന്നം ഉണ്ടാവുകയാണ്. ആൾക്കാർ വല്ലാണ്ട് പാനിക്കായി പോവുകയാണ്, ഭീതിയിലായി പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പേടി, ആരെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ പേടി, ആരെങ്കിലുമായിട്ട് അടുത്ത് നിന്ന് സംസാരിക്കാൻ പേടി, എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നു. പക്ഷേ കുറച്ച് നാളത്തേക്കല്ലോ കേട്ടോ. ഇത്രയും വലിയ കൊറോണ വൈറസ് വന്നു, COVID-19 വന്നപ്പോഴും ആദ്യമൊക്കെ ആൾക്കാരൊന്ന് പേടിച്ചു മാറിയിരുന്നു. ഇപ്പം ആൾക്കാരൊക്കെ പഴയ രീതിയിലായിരുന്നു. മാസ്കും ഇല്ല, സാനിറ്റൈസേഷനും ഇല്ല, സോപ്പും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ ഒരു വട്ടം വന്ന് അങ്ങോട്ട് പോട്ടറോ എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തി. ഒരിക്കലും എത്താൻ പാടില്ലാത്ത ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ പലപ്പോഴും എല്ലാവരും എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാവും. നിപ്പയൊക്കെ ഭയങ്കര പ്രതിസന്ധി സൃഷ്ടിച്ച ഘടകമാണ്. പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കാരണം 2 ജില്ലകളിൽ, കോഴിക്കോടും മലപ്പുറവുമായിട്ട് നിപ്പയെ പിടിച്ചു കെട്ടാനായിട്ട് നമുക്ക് പറ്റി എന്നുള്ളതാണ്. വേറൊരു ജില്ലയിലേക്കും കടന്നില്ല. കോവിഡ് വന്ന അവസരത്തിൽ തുടക്കത്തിലൊക്കെ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം സൂപ്പറായിരുന്നു. നമ്മുടെ ഇവിടെ തീരെ എണ്ണത്തിൽ ആൾക്കാരില്ലാതിരുന്നൊരു സമയമായിരുന്നു. പക്ഷേ പിന്നീട് അത് കയ്യിൽ നിന്ന് വിട്ടു പോകുന്നൊരവസ്ഥയിലേക്കും, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന
സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. Mass media provides prestige or status to individual whose photographs, lifestyle and statement that consequently appear on media. This is unavoidable. But some individuals and institutions try to grab media exposure through several wrong methods. ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞു, ഇപ്പോൾ സഞ്ജു നന്നായിട്ട് കളിച്ചു, മീഡിയ പറയാണ് സഞ്ജു വി സാംസൺ നന്നായിട്ട് കളിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസ് ജയിച്ചിരിക്കുകയാണ്, നല്ല ടെക്നിക്കൽ സ്കില്ലുള്ളൊരു ബാറ്റ്സ്മാനാണ്. ഇത് സത്യസന്ധമായിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണ്. ചെയ്തൊരു കാര്യത്തെ അല്ലെങ്കിൽ കണ്ടൊരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ചില സമയങ്ങളിൽ ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ്, അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് നമ്മളിപ്പോൾ കാണുന്ന വ്യാവസായിക സിനിമകളുടെ ഒരു ക്വാളിറ്റി ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് യൂട്യൂബിൽ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. എന്താ കാരണം? ആൾ കാണിക്കുന്ന കോപ്രായം കാണാനും ഇവിടെ ആൾക്കാരുണ്ട്. മീഡിയ എക്സ്പോഷർ കിട്ടുകയാണ്. 1 മില്യൺ അടിച്ചു, 2 മില്യൺ അടിച്ചു. ടിക്ടോക്കിൽ ഡെവിൾ കുഞ്ചു പോലത്തെ, ഹെലൻ ഓഫ് സ്പാർട്ട പോലത്തെ, ഇച്ചായൻ പോലത്തെ ആളുകൾ, അവർക്കൊക്കെ ഒരുപാട് ഫാൻസാണ്. എന്ത് കാണിച്ചാലും അത് കാണാനും, അവരൊക്കെ വാർത്തകൾ, ഫുക്രു, ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരുപാട് വാർത്താ ചാനലുകളുടെ പരിപാടികളിൽ വന്നിരുന്ന് സംസാരിക്കത്തക്ക രീതിയിലേക്ക് ഒരു മീഡിയ എക്സ്പോഷർ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നു. ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ടിക്ടോക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പച്ചത്തെറിയാണ് ഓപ്പണായിട്ട് വിളിച്ച് പറയുന്നത്, ലൈവിൽ വന്നിരുന്നിട്ടാണ്. അപ്പം മീഡിയയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും കാണിക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു പ്രതീതി, അത് അപകടകരമാണ്. നല്ല കാര്യങ്ങൾ കാണുമ്പോൾ മീഡിയ അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ മീഡിയയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തോന്നിവാസം കാണിച്ചാൽ അതിനെയാണ് പ്രശ്നമെന്ന് വിളിക്കുന്നത്. In order to get media coverage, these agencies manipulate media. There are also cases where deviant individuals commit major crimes to get media attention. പലപ്പോഴും അത് പല കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടായിരിക്കും അവർ മീഡിയയുടെ അറ്റൻഷൻ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് വല്ലാത്തൊരവസ്ഥയാണ്. എത്തിസൈസിങ്, നേരത്തെ പറഞ്ഞതാണ്, ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മീഡിയ. മീഡിയ എൻഫോഴ്സ് ആൻഡ് റീഇൻഫോഴ്സ് സോഷ്യൽ നോംസ് ഓൺ ദി സൊസൈറ്റി ഇൻ എ വെറൈറ്റി ഓഫ് വേയ്സ്. അലോങ് വിത്ത് ദ പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് ദിസ് ഫങ്ഷൻ, there can be also negative impact. The social norms are reinforced such a manner that social changes becomes almost impossible. എത്തിസൈസിങ് നല്ലതാണ്. നമ്മളൊരു കാര്യത്തിലേക്ക് ആളുകളെ നല്ലത് ഏതാണെന്ന് കാണിച്ചു കൊടുക്കുന്നതിൽ നല്ല കാര്യമാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളിതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റും അവരിലേക്ക് എത്തും. ചില ആൾക്കാർ ആ പോസിറ്റീവ് എടുക്കാതെ നെഗറ്റീവ് എടുക്കും. അപ്പോൾ പ്രശ്നമായി. നമ്മൾ ആഗ്രഹിച്ചത് ആൾക്കാർക്ക് ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെന്നാണ്. പക്ഷെ ആൾക്കാർക്ക് കിട്ടിയതും ആൾക്കാർ ഏറ്റെടുത്തതും നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫലമാണ് നമുക്ക് കിട്ടുന്നത്. നർക്കോട്ടൈസിങ് ഈസ് വൺ ഓഫ് ദി ചീഫ് സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് മാസ് മീഡിയ അപ്പോൺ audience. According to P.H. Lazarsfeld and R. Merton, increasing dosage of mass media may unknowingly transfer the energies of individual from active participation into passive knowledge. Repeated reporting of crime stories in the media can desensitize people who are fed with an overdose of crime news. People get tired of such news and stop reacting to such events, such as long as they are not individually affected. In this context, media can make audience members mentally and psychologically sleepy. Narcotizing എന്ന് വെച്ചാൽ എന്താ? നർക്കോട്ടിക്സ് എന്താ? ലാലേട്ടൻ പറയുന്ന പോലെ നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഞാനത് ചെയ്യില്ല. നർക്കോട്ടിക്സ് എന്താ? നർക്കോട്ടിക്സ് മീൻസ് മയക്കുമരുന്നിൻ്റെ പോലത്തെ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ്. നർക്കോട്ടൈസിങ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങളെ ഉറക്കിക്കെടുത്തുക എന്നാണ് അർത്ഥം. പ്രതികരണശേഷിയില്ലാതെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? അല്ല, ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമ്പോഴും അതുകൊണ്ട് ചോദിച്ചതാണ്.
ഈ മയക്കുമരുന്നൊക്കെ കുത്തിവെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ഞരമ്പുകളും പേശികളൊക്കെ ഭയങ്കരമായിട്ട് തളരും. ഈ തളരുന്നതിൻ്റെ കാരണം അതിൻ്റെ ബലം ക്ഷയിക്കുകയാണ് ശരിക്കും. അതിങ്ങനെ കൃത്യമായിട്ട് ഓരോ ദിവസവും ഓരോ ഡോസേജ് കയറും തോറും ക്ഷയിച്ച് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നമുക്കൊരു റിലീഫ് തരികയാണ്. ഈ ലോകത്തുനിന്ന് മാറി വേറൊരു മായിക ലോകത്ത് പറന്ന് നടക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങളെ മയക്കി കിടത്തുന്ന ഒരു പ്രതീതി. ഇതാണ് നാർക്കോട്ടൈസിങ്. ഇതേ ഫങ്ഷൻ മാസ് മീഡിയ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഇന്നത്തെ പത്രത്തിലൊരു കൊലപാതകം, നാളത്തെ പത്രത്തിൽ കൊലപാതകം, മറ്റന്നാളത്തെ പത്രത്തിലും കൊലപാതകം, ഇങ്ങനെ 6-7 ദിവസം അടുപ്പിച്ച് കൊലപാതകം. 8ാമത്തെ ദിവസം പത്രത്തിൽ കഴിഞ്ഞ 8 ദിവസം ജില്ലയിൽ നടന്നത് 8 കൊലപാതകങ്ങൾ. സ്ഥിരം നടക്കണ ഒരു കാര്യമല്ലേ. ഇതിലിപ്പോൾ എന്തിട്ട് ഇത്ര പറയാമല്ലോ. വെട്ടിക്കൊന്നു, കുത്തിക്കൊന്നു, വെടിവെച്ച് കൊന്നു. ഏതോ ഒരു ഷോപ്പിൽ ചെന്നിട്ട് എന്തോ ഒരു സാധനം ചോദിച്ചിട്ട് ഇല്ലയെന്ന് പറഞ്ഞേനോ കൊടുക്കില്ല എന്ന് പറഞ്ഞേനോ വീട്ടിൽ പോയി തോക്കെടുത്ത് കൊണ്ടു ടേ 2 വെടിയാണ്. അയാളൊന്ന് പേടിപ്പിച്ചതാന്നേ. ഇങ്ങനത്തെ വാർത്തകൾ സ്ഥിരം കേട്ട് ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല, നമ്മൾ സ്ഥിരം കേൾക്കണതല്ലേ, നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറുക. അതാണ് നാർക്കോട്ടൈസിങ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് കൊലപാതകം, സ്ഥിരമായിട്ട് പീഡനം, ഇതൊക്കെ എന്ത്. അതേ ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിലും. 6000, 7000, 8000, 10000, 12000, 14000 കേസുകൾ. നടക്കട്ടെന്നേ. 14000 കേസല്ലേ, എപ്പോഴായാലും രോഗമുക്തി ഉണ്ടാവും. നമ്മളെ സ്ലീപ്പിയാക്കി, നമ്മളെ പ്രതികരണശേഷി ഇല്ലാത്തവരാക്കി, നമ്മളെ ഉറക്കം തൂങ്ങുന്നവരാക്കി മാറ്റുകയാണ്. ആണ് ഓവർ ഡോസേജ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ഇതന്നെ പറഞ്ഞ് നമ്മളെ മയക്കിക്കെടുത്തുക. Apart from informing people, media can also create stereotypes by categorizing people, races, institution, profession, ideas in superficial ways. For example, people belonging to certain religion are associates of terrorism, members of the race are inefficient, lack of common sense, people believing in certain ideas are dangerous, society, etc. are stereotype notion which are reinforced by media. പലപ്പോഴും മീഡിയ പല കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അറിയിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മുസ്ലിം പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ പറയും മുസ്ലിം ബന്ധമുള്ള ഇന്നൊരു വ്യക്തിക്ക് തീവ്രവാദ ബന്ധം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ അവിടെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. മുസ്ലിം പേരുകളുള്ളവരൊക്കെ ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണെന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അത് ശരിയല്ല. കാരണം ഒരാളങ്ങനെ ചെയ്തതുകൊണ്ട് ബാക്കി എല്ലാ മുസ്ലിം നാമധാരികളും അങ്ങനെ ആയിക്കൊള്ളണമെന്നുണ്ടോ? ഇതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. സ്ത്രീകൾ അബലകളാണെന്ന് പറയാം, സ്ത്രീകൾ അധകൃതരാണെന്ന് പറയാം. എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നാണോ അതിനർത്ഥം? അപ്പോൾ ആ സ്റ്റീരിയോ ടൈപ്പ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. ആദിവാസികൾ കൾച്ചറില്ലാത്തവരാണെന്ന് പറയാം. അല്ലെങ്കിൽ ആദിവാസികളിൽ ഒരാളായിട്ടുള്ള മധു, നമ്മുടെയൊക്കെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം, ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ തല്ലിക്കൊന്ന സാഹചര്യം ബീഹാറിലും യു പിയിലും ഒന്നുമല്ല, നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഒരു ആദിവാസി ആയതുകൊണ്ട് ആ യുവാവിനോട് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നും അവൻ്റെ അവകാശങ്ങളും അവന് നീതി നിഷേധിക്കപ്പെട്ട അവസരങ്ങളെക്കുറിച്ചും ബോധവാന്മാരാവാൻ തയ്യാറാവാതെ അവൻ ചെയ്ത ഒരു ചെറിയ തെറ്റിനെ വലുതാക്കി കാണിച്ച് അതിന് വലിയ ശിക്ഷ കൊടുക്കുന്ന സമൂഹമായിട്ട് കേരളം മാറാണ്. ഇതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ്. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇത്തിരി താഴ്ന്നു നിൽക്കേണ്ടതാണ്, ആണിന് കീഴിൽ നിൽക്കേണ്ടവരാണ്. ഇത് 1, 2, 3 വട്ടം TV ചാനലുകളിലൂടെയും വാർത്തകളിലൂടെയും സിനിമകളിലൂടെയും പറഞ്ഞ് അതങ്ങനെ ആക്കി തീർക്കുക.
വേണമെന്ന് വെച്ചിട്ടല്ല, 1-2 വട്ടം പറയേണ്ട ഒരു സാഹചര്യം വന്നു. ജനങ്ങൾ അതിനെ അങ്ങനെയാക്കി തീർത്തു കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് വൺ, എവറി ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ ഈസ് വൺ വേ ഓർ അതർ ക്യാൻ ബിക്കം എ ഡൈ ഫങ്ഷൻ and certain context. Surveillance of the environment is an important function of media, but an overdosage of surveillance on the individual everywhere in the name of preventing terrorism can be an intrusion on the privacy of citizens and at the same time challenge to human dignity. Surveillance എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്തിനും ഏതിനും ആൾക്കാരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഓവറായിട്ട് ആൾക്കാരെ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് നമ്മളുടെ പ്രൈവസിയാണ് നഷ്ടപ്പെടുന്നത്. അതിനെയാണ് സർവൈലൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചിലയിടത്തൊക്കെ ക്യാമറയിലോടത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ്, യു ആർ അണ്ടർ ദി സർവൈലൻസ് ഓഫ് CCTV ക്യാമറാസ്. നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്വകാര്യതകളെ തട്ടിയെടുത്തുകൊണ്ട് നിങ്ങളെല്ലായിടത്തും ക്യാമറ കണ്ണുകൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. നല്ലതാണ് അതിക്രമങ്ങൾ തടയാൻ, അക്രമങ്ങൾ തടയാൻ റോട്ടിൽ ക്യാമറ വയ്ക്കുന്നതും ഓരോ സ്ഥാപനങ്ങളിൽ ക്യാമറ വയ്ക്കുന്നതും, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ, അതുപോലെ തന്നെ പലതരത്തിലുള്ള അക്രമങ്ങൾ ഒഴിവാക്കാൻ, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ആ ആവശ്യത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഇൻഡിവിജ്വലിന് പ്രൈവസി എന്ന് പറയുന്ന ഒന്നുണ്ട്. എനിക്ക് എൻ്റെ സ്വകാര്യതകളുണ്ട്. ആ സ്വകാര്യതയിലേക്കുള്ള മീഡിയയുടെ അമിതമായിട്ടുള്ള കടന്നുകയറ്റത്തെയാണ് ഡൈ ഫങ്ഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ന് 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്തത്. ഒന്ന് ഡൈ ഫങ്ഷൻസും മറ്റൊന്ന് ഫങ്ഷൻസും. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ഒപ്പം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണെന്ന് ഉള്ള ബോധ്യത്തോടു കൂടി ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. ഡൗട്ടുകളുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.